ഹലോ, നമസ്കാരം. ഇന്നൊരു ചെറിയ കിച്ചൺ ഓർഗനൈസിങ് വീഡിയോ ആണ് കേട്ടോ. എനിക്ക് ഈ അടുക്കളയിലെ സാധനങ്ങളൊക്കെ നല്ലോണം അടുക്കി പെറുക്കി ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാനൊക്കെ വലിയ ഇഷ്ടമുള്ള ആളാണ്. ഇഷ്ടം എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളിങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുകയാണെങ്കിലേ കുറേ സമയം ഡേ ടു ഡേ ലൈഫിൽ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് ഓർഗനൈസിങ് റാക്സും ഷെൽഫ്സും ഈ കബേർഡിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന കുറച്ച് ഷെൽഫ്സും സ്റ്റോറേജ് ബോക്സസും ഒക്കെ വാങ്ങിയിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഇവിടെ എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്നൊന്ന് കാണിച്ചു തരാം. കാണാം. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയൊരു മൾട്ടിപർപ്പസ് റാക്കാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മളിത് നമ്മുടെ ഫിക്സറിൻ്റെ കയ്യിലേക്ക് കൈമാറുന്നു. ഞാൻ ഫിക്സ് ചെയ്താലേ ചിലപ്പോൾ 1-2 സ്ക്രൂ ഒക്കെ അവസാനം ബാക്കി ഒന്നൊന്ന് വരും. അതാണ് ഈ ചെടി ഇവിടെ നിന്ന് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ അത് കളഞ്ഞു എന്ന് പറഞ്ഞ് തല്ലുണ്ടാക്കേണ്ടി വരും. ഇന്നെന്തായാലും തല്ലുണ്ടാക്കാനുള്ള എനർജി ഇല്ല. അപ്പോൾ നമ്മുടെ ഫിക്സർ വിജയകരമായി ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പോൾ ഫിക്സറിനെ അഭിനന്ദിച്ച ശേഷം നമുക്ക് നമ്മുടെ റാക്ക് സെറ്റ് ചെയ്യാം. എനിക്ക് ഊഹിക്കാൻ പറ്റും നിങ്ങളിപ്പോൾ എന്താ വിചാരിക്കുന്നതെന്ന്. ഇതിപ്പോൾ കിച്ചണിലെ റാക്കാണെന്ന് പറഞ്ഞിട്ട് ഇതിൽ മുഴുവൻ ചെടിയാണല്ലോ എന്നല്ലേ. എനിക്ക് ചെടികൾ വലിയ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എന്ത് സെറ്റ് ചെയ്താലും അതിൽ ഒരു ചെടി വെക്കുമ്പോൾ അതിൻ്റെ ഭംഗി കുറച്ചുകൂടി കൂടിയതുപോലെയാണ് എനിക്ക് തോന്നാറ്. ബൈ ദ വേ, സക്കലൻ പ്ലാന്റ്സ് ഒക്കെ ആമസോണിൽ നിന്ന് വാങ്ങിയ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് റാക്ക് സെറ്റ് ചെയ്യാം. ഇതിൽ പലതും നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം റീൽസിൽ കണ്ടുപരിചയമുള്ള വസ്തുക്കളായിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ കോഫി മഗ് കോർണർ. അതിൻ്റെ താഴെയായിട്ടാണ് ഞാൻ ഈ പുതിയ ഷെൽഫ് സെറ്റ് ചെയ്തത്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇത് ചെറിയ സൈസിലുള്ള കുറച്ച് സ്റ്റോറേജ് ബോട്ടിൽസാണ്. 12 ബോട്ടിൽസിൻ്റെ ഒരു പാക്കേജ് ആയിരുന്നു. അതിൽ 3 ഓൾറെഡി പൊട്ടിയാണ് വന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ബോട്ടിൽസ് നല്ലോണം സോപ്പിട്ട് കഴുകി ഒന്ന് ചൂടുവെള്ളത്തിലും കൂടി കഴുകി ഉണങ്ങാൻ വെച്ചു. ഇതെന്താണെന്നറിയോ? നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബോട്ടിൽസൊക്കെ ഇല്ലേ, അതിൻ്റെ ലേബലൊക്കെ കളഞ്ഞ് വൃത്തിയായി കഴുകി ഉണക്കി ഞാനെടുത്ത് സൂക്ഷിച്ച് വെക്കുന്ന എൻ്റെ ഒരു ബാഗാണ്. എനിക്ക് ഉറപ്പാണ് നമ്മളിൽ പലർക്കും ഈ ശീലം ഉണ്ടെന്ന്. നല്ല ബോട്ടിൽസ് കണ്ടാൽ അത് കളയാൻ തോന്നില്ല അല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ കബേർഡിൻ്റെ നിലവിലത്തെ അവസ്ഥ. ഇത് മുഴുവൻ വൃത്തിയാക്കണമല്ലോ. അതാണ് ഇപ്പം നിങ്ങൾ ആ മുഖത്ത് കണ്ട എക്സ്പ്രഷൻ. അപ്പോൾ ഇതാണ് ആ ബോട്ടിൽസൊക്കെ അടുക്കി വെക്കാനുള്ള ഓർഗനൈസർ. അപ്പോൾ ഇവിടെ എല്ലാ ബോട്ടിൽസൊക്കെ ഒന്ന് താഴെ വെച്ച് ക്ലീൻ ചെയ്ത് കബേർഡൊക്കെ ഒന്ന് തുടച്ച ശേഷം ഈ ഓർഗനൈസർ വെച്ച് സെറ്റ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ലേബലിംഗ് സ്റ്റിക്കറില്ലേ, അത് വെച്ചൊന്ന് ലേബൽ കൂടി ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ സമയമില്ല, വേറെ ദിവസം ചെയ്യാം. ഇതെനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ കഴിഞ്ഞ എൻ്റെ പിറന്നാളിന് ഗിഫ്റ്റ് തന്നതാണ്. നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഈ സ്പൈസസ് ബോക്സിലേക്ക് എപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് സ്പൈസസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചു. ജീരകം, കുരുമുളക്, ഏലക്ക, പെരുംജീരകം, ഇത് നമ്മുടെ സ്റ്റാർ അനൈസ്, ജാതിപത്രി, ഗ്രാമ്പൂ, സിനമൺ, പിന്നെ ഇതൊരു ബംഗാളി സ്പൈസ് മിക്സാണ്. നല്ല ഭംഗിയുണ്ടല്ലേ? ഭംഗി മാത്രമല്ല കേട്ടോ, വളരെ യൂസ്ഫുള്ളും കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ വൃത്തിയാക്കലും ഓർഗനൈസിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരു ചായയൊക്കെ ഉണ്ടാക്കി എനിക്കിഷ്ടമുള്ളൊരു പുസ്തകമൊക്കെ വായിച്ച് ഇനി ഇരിക്കാമെന്ന് വെച്ചു. ഈ ബുക്ക് വായിച്ചിട്ടുണ്ടോ? ഇതൊരു ഹാർട്ട് ബ്രേക്കിംഗ് സ്റ്റോറിയാണ് കേട്ടോ, റിയൽ സ്റ്റോറിയും കൂടിയാണ്. എനിക്കിതിൻ്റെ ചില പോർഷൻസൊക്കെ ഒന്നുകൂടി വായിച്ചാൽ കൊള്ളാമെന്ന് തോന്നും ചിലപ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം ഒരു ചായയൊക്കെ ഉണ്ടാക്കി ഒരു ലൈറ്റ് മ്യൂസിക്കൊക്കെ വെച്ച് എൻ്റെ ആ ഫേവറേറ്റ് പോർഷൻസൊക്കെ ഒന്നുകൂടി വായിക്കും. കരയാണ്ട് നമുക്ക് ഈ ബുക്ക് വായിച്ച് തീർക്കാൻ കഴിയില്ല കേട്ടോ. പക്ഷേ പോളിൻ്റെ ഈ സ്റ്റോറി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ ലൈഫ് ലെസൺ ഉണ്ട്. എവ്രി സിംഗിൾ മൊമെൻറ്റ് ഇൻ ലൈഫ് ഇസ് പ്രീഷ്യസ്. ടൈം ഇസ് പ്രീഷ്യസ്. സോ ലിവ് യുവർ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ് ആൻഡ് നെവർ സ്റ്റോപ്പ് യുവർ സെൽഫ് ഫ്രം ഡൂയിങ് ദ തിങ്സ് ദാറ്റ് യു ലവ്. വിത്ത് ദിസ് ബ്യൂട്ടിഫുൾ നോട്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. അപ്പോൾ കാണാം. Thank you.